പ്രബോധകർ എന്ത് ചെയ്യണം? വിഷയം ഗുണകരമായ രീതിയിലേക്ക് കൊണ്ടുപോകണം. ഫിർഔൻ ഇരുതല മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇവരെപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കും, നമ്മൾ വിവാദങ്ങളിൽ കൊണ്ടുപോയി അകപ്പെടുത്തും. അവരുണ്ടാക്കുന്ന വിവാദത്തിൽ നമ്മൾ പോയി അകപ്പെടുകയല്ലേ ചെയ്യേണ്ടത്. നമ്മളതിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഒരു വഖഫൊക്കെ പിടിച്ചെടുക്കാൻ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വഖഫിൻ്റെ കണക്കെടുക്കണം. എന്നിട്ട് ഏതൊക്കെ വഖഫ് വെറുതെ കിടക്കുന്നുണ്ട് നോക്കിയിട്ട് വഖഫിനെ ഒന്നും കൂടി ഉഷാറാക്കണം, കുറച്ചും കൂടെ പുതിയ വഖഫൊക്കെ ഉണ്ടാക്കണം. അതേപോലെ തന്നെ എന്താണോ വിഷയം ഇടുന്നത് അതിലേറ്റവും ഗുണമുള്ള സൈഡ് തന്നെ നമ്മൾ അതിലേക്ക് പോകണം. ഫിറഔൻ ചോദിക്കുകയാണ്, എല്ലാ മുൻഗാമികളൊക്കെ എവിടെയാണ്? ഫിറൗൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? സ്വർഗത്തിലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ മാർഗ്ഗത്തിലാന്ന് പറയും, നരകത്തിലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പൂർവികരെ തള്ളിപ്പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തെ നേതാക്കളെ തള്ളിപ്പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഇരുതല മൂർച്ചയുള്ള ചോദ്യമാണ്, മുൻഗാമികൾ എവിടെയാണ്? മൂസാ നബി അതിന് ഉത്തരം പറഞ്ഞു കുടുങ്ങാൻ പോലും. മൂസാ നബി പറഞ്ഞു, ആ മുൻഗാമികളെ പറ്റിയൊക്കെ എൻ്റെ റബ്ബിനറിയാം, റബ്ബ് മറക്കുമോ? റബ്ബ് ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരല്ല. എന്നിട്ട് ചോദ്യം ഇത് ചോദിച്ചെന്താണ്? ഉത്തരം പറഞ്ഞെന്താണ്? ചോദിച്ചത് മുൻഗാമികൾ എവിടെ നിന്നാണ്? മൂസാ നബി പറഞ്ഞത് അള്ളാഹിനെ പറ്റിയാണ്. ഇൽമുഹാ ഇൻദ റബ്ബി ഫി കിതാബ്. മുൻഗാമികളെ പറ്റിയുള്ള അറിവ് എൻ്റെ റബ്ബിനുണ്ട്. എൻ്റെ റബ്ബിനൊന്നും മറന്നുപോയില്ല, തെറ്റിപ്പോയില്ല. അവനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, എന്നെ തൊട്ടിലാക്കിയത്, ഇവിടെ വഴികളൊക്കെ ഉണ്ടാക്കിയത്, ആകാശത്ത് മഴ ഇറക്കിയത്, ഈ കാണുന്ന ചെടികളൊക്കെ മുളപ്പിച്ചത്. എന്നൊരൊറ്റ പറച്ച് ഫിറഔൻ ചോദിച്ചെന്താണ്, മൂസാ നബി പറഞ്ഞെന്താണ്? അപ്പോൾ വിവാദങ്ങൾ ഇവരുണ്ടാക്കും, നമ്മൾ വിവാദങ്ങളിലേക്ക് പോരുത്. അതിലേറ്റവും നല്ല ഭാഗേതാണോ അതിലേക്ക് നേരെ കൊണ്ടുവന്നിട്ടേക്കണം. ഇത് തുടങ്ങിയല്ലോ എന്നായി പോകണം. ഒറ്റയടിക്ക് നേരെ അദ്ദേഹം അള്ളാഹുലേക്ക് വിഷയത്തെ തിരിച്ചു വിട്ടു. ശേഷം ഉലമാ